എന്തായാലും ഈ ഒരു വേനലും വരൾച്ചയൊക്കെ ഉള്ള ഈ സമയത്ത് കൂടുതലും പാനീയങ്ങൾ തന്നെയാണ് നല്ലത്. അപ്പോൾ മാജിക് അവനും ഇന്നത്തെ എപ്പിസോഡിൽ 2-3 വ്യത്യസ്തമായ പാനീയങ്ങൾ, നല്ല നല്ല എന്താ പറയുക, ഒരു മിൽക്ക് ഷേക്കാണെന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കര തിക്ക് ഷേക്കല്ല, അല്ലാണ്ട് കുറച്ച് മിൽക്കെല്ലാം ചേർന്ന് പാലൊക്കെ ചേർത്ത് വരുന്ന 2-3 ഡ്രിങ്ക്സ് തയ്യാറാക്കാൻ പോകണം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോണ കാര്യം നമ്മുടെ എന്താ പറയുക, ഷമാം എന്ന് പറയും, ഒരു മെലനാണ്. ഓക്കെ, മെലൻ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മെലൻ ഫാൻറ്റസി എന്ന് നമുക്ക് പേരിടാം. അപ്പോൾ മെലൻ ഫാൻറ്റസി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഷമാം കസ്റ്റേർഡ് ഫാൻറ്റസി. ചേരുവകൾ: ഷമാം ഫ്രൂട്ട് ഒരു മീഡിയം സൈസിൻ്റേത് അകത്തുള്ള ഭാഗം എടുത്തിട്ട് ഒരു പകുതി വലിയ കഷ്ണങ്ങളായി മുറിക്കുക, ഒരു പകുതി ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വയ്ക്കുക. തണുത്ത പാല് 1 കപ്പ്. മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിറച്ചെടുക്കാം. കറുത്ത കഷ്കഷ് കുതിർത്തത് 4 ടേബിൾ സ്പൂൺ. ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. തയ്യാറാക്കിയ കസ്റ്റേർഡ് 1 കപ്പ്. ഇനി കസ്റ്റേർഡ് ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: പാല് 1/2 ലിറ്റർ, കസ്റ്റേർഡ് പൗഡർ 2 ടേബിൾ സ്പൂൺ, പഞ്ചസാര 4 ടേബിൾ സ്പൂൺ. അടുത്തതായി നൊങ്ക് കസ്റ്റേർഡ് സർബത്ത്. ചേരുവകൾ: നൊങ്ക് മുഴുവനെ അതിൻ്റെ സ്കിന്നെല്ലാം മാറ്റിയത് 1 കപ്പ് നിറച്ചെടുക്കുക. നൊങ്ക് ചെറുതായി അരിഞ്ഞത് 1 കപ്പ് എടുക്കുക. തണുത്ത പാല് 1 കപ്പ്. തയ്യാറാക്കിയ കസ്റ്റേർഡ് 1 കപ്പ്. ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. കറുത്ത കഷ്കഷ് കുതിർത്തത് 4 ടേബിൾ സ്പൂൺ. മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിറച്ചെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു ഷമാം ഫാൻറ്റസി അഥവാ ഒരു മെലൻ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഷമാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണ 2 കാര്യങ്ങൾ അത് കസ്റ്റേർഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു മെലൻ കസ്റ്റേർഡ് ഫാൻറ്റസിയാണ്. അപ്പോൾ കസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, കസ്റ്റേർഡ് പൗഡർ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ. അത് വാനില ഫ്ലേവറിൽ കിട്ടും, സ്ട്രോബെറി ഫ്ലേവറിലും കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിലും ആകാം. ഞാനിപ്പോൾ ഇവിടെ വാനില ഫ്ലേവേർഡ് കസ്റ്റേർഡ് പൗഡറാണ് വാങ്ങിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് കസ്റ്റേർഡ് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റേർഡ് പൗഡർ അളന്ന് വെച്ചതാണ്. അതിലേക്ക് ഇത് 1/2 ലിറ്റർ പാല്, കുറച്ച് പാലൊഴിച്ചിട്ട് ഇതൊരു സ്മൂത്തായിട്ടൊരു പേസ്റ്റ് ആക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തണുത്ത പാലാണ്, ചൂട് പാലല്ല, നോർമൽ റൂം ടെമ്പറേച്ചർ. കട്ടയില്ലാണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ബാക്കിയിരിക്കുന്ന പാല് തിളപ്പിക്കാനായി അടുപ്പിലേക്ക് മാറ്റാം. ഇനി അടുപ്പ് കത്തിച്ച് ഇപ്പോൾ പാൽ ഏതാണ്ട് തിളയ്ക്കാറായി. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇതെല്ലാം അളന്ന് വെച്ച് കേട്ടോ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ, ഒരു 1/4 കപ്പ് പാലിൽ 2 ടേബിൾ സ്പൂൺ നിറച്ച് കസ്റ്റേർഡ് പൗഡർ എടുക്കാം, വാനില ഫ്ലേവേർഡ്. അതും കൂടി ഒഴിച്ചിട്ട് കൈയെടുക്കാണ്ട് ഇളക്കാം. പിന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. അങ്ങനെയാണ് നമ്മുടെ കസ്റ്റേർഡ് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ആ വാങ്ങുന്ന കസ്റ്റേർഡ് പൗഡറിൻ്റെ കവറിൽ തന്നെ ഉണ്ടാവും. അതേ നോക്കിയാൽ കുറുകി തുടങ്ങി, പെട്ടെന്ന് അത് കേട്ടോ നല്ല തിക്കായിട്ട് വരും. പാല് തിളയ്ക്കാറാകുമ്പോഴാണ് നമ്മൾ കസ്റ്റേർഡ് പൊടി കലക്കിയത് ഇടുന്നതെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറും. ഓക്കെ, അങ്ങനെ കസ്റ്റേർഡ് ഈസ് റെഡി. വാനില കസ്റ്റേർഡ് ഈസ് റെഡി. കഴിഞ്ഞു. തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഒരു പാട പോലെ മുകളിൽ വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ചൂട് പോകുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല ഫാനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഇനിഷ്യലായിട്ടുള്ള ആ ചൂടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ പെട്ടെന്ന് തണുത്തിട്ട് നമുക്ക് ചിൽഡായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനത്തെ കസ്റ്റേർഡൊക്കെയാണ് നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റേർഡിലൊക്കെ ഉപയോഗിക്കുന്നത്, വിത്ത് ജെല്ലി. ഇത് നമ്മളതിനല്ല, നമ്മുടെ സ്പെഷ്യൽ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് മെലൻ കസ്റ്റേർഡ് ഫാൻറ്റസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം. അപ്പോൾ നമ്മുടെ ഷമാം കസ്റ്റേർഡ് ഫാൻറ്റസി തയ്യാറാക്കി തുടങ്ങാം. ഇത് കസ്റ്റേർഡ് നല്ല തണുത്ത് കഴിഞ്ഞു. ഇനി ഷമാം ഒരെണ്ണം മേടിച്ചിരുന്നു, ഇത്രയുള്ളൊരെണ്ണം. അതിൻ്റെ ഒരു പകുതി കഷ്ണങ്ങളായിട്ട് മുറിച്ചു, വലിയ ചങ്കി പീസസ്. ഒരു പകുതി നമ്മൾ ചെറിയ ചെറിയ പീസസായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കടിക്കാനായിട്ട് ഇത് നമുക്ക് അരയ്ക്കാം. ബ്ലെൻഡറിലേക്ക് ആദ്യം ആ കാര്യമായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഈ ഉണ്ടാക്കി വെച്ച കസ്റ്റേർഡ് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ പകുതി എടുക്കാം.
അപ്പോൾ ഹാഫ് കസ്റ്റേർഡ് എടുത്തു. ഒരു കസ്റ്റേർഡിൽ നിന്നാണ് നമ്മൾ 2 ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കസ്റ്റേർഡിന് അല്പം മധുരമുണ്ട്, അതുപോലെ ഷമാമിനും മധുരമുണ്ട്. ഇനി കുറച്ച് മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് അതും കൂടി കുറച്ച് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കാം. ഒരു കാര്യം കൂടി ചെയ്യാം, നമുക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇടാം. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കാം, നല്ല തണുത്ത പാല്. ഏകദേശം 1 കപ്പ് ചേർത്തു. വീണ്ടും ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. ആക്ച്വലി നമുക്കിനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളൊരു ബൗളിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കറുത്ത കസ്കസ് അഥവാ സബ്ജ സീഡ്സ്, ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് അഥവാ കറുത്ത കസ്കസ് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിരാൻ വെച്ചാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തു. അതിൻ്റെ കൂടെ ഷമാം പീസസ് ആക്കി വെച്ചതും ഇതിലേക്കാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇനി കുറച്ചുകൂടി ഐസ് പീസസ് ഇട്ട് കൊടുക്കാം. അപ്പം നല്ല ചിൽഡായിട്ട് ഇരിക്കും. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഗ്ലാസ്സുകളിലേക്ക് പകർന്ന് ഒഴിച്ചാൽ കുടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഷമാം കസ്റ്റേർഡ് ഫാൻറ്റസി ഗ്ലാസ്സിലേക്ക് പകരും. ഞാൻ തിരിച്ച് വീണ്ടും മിക്സിയുടെ ആ ജാറിലേക്ക് മാറ്റി ഒഴിക്കാനുള്ള സൗകര്യത്തിനാണ്. പെർഫെക്റ്റ്, കറക്റ്റ് 2 ഗ്ലാസ് നിറച്ച് കിട്ടി. ക്വാണ്ടിറ്റി കണ്ടല്ലോ. അപ്പോൾ 1/2 ലിറ്റർ പാലിലാണ് ഞാൻ കസ്റ്റർഡ് ഉണ്ടാക്കിയത്. അതിൻ്റെ പകുതി എടുത്തു, പിന്നെ 1 ഗ്ലാസ് പാലും കൂടി എക്സ്ട്രാ ചേർത്തു. ഒരു ഷമാമിൻ്റെ പകുതി അരയ്ക്കാനായിട്ട് യൂസ് ചെയ്തു, ഒരു പകുതി ചോപ്പ് ചെയ്ത് ഇതിനകത്ത് ചേർത്തു. ഒരു കുതിർന്ന കസ്കസ് നമ്മളൊരു 2-4 ടേബിൾ സ്പൂൺ ഇട്ട് കുതിർന്നത്. പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന് കുറേ ഐസ് ക്യൂബ്സ് എല്ലാം കൂടി വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു ഡ്രിങ്ക് ആയി കഴിഞ്ഞു. അതാണ് നമ്മുടെ ഷമാം കസ്റ്റേർഡ് ഫാൻറ്റസി. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പമാണ്. ഇനി ഈ കസ്റ്റേർഡിൻ്റെ പകുതി ബാക്കി ഇരിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇനി അടുത്തതായിട്ട് രണ്ടാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകണം. ഇതൊരു സർബത്ത് തന്നെ നമുക്ക് പേരിടാം. ഇത് നമ്മുടെ നൊങ്ക് കസ്റ്റേർഡ് സർബത്ത്. നൊങ്കെന്ന് പറഞ്ഞാൽ ഐസ് ആപ്പിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഐസ് ആപ്പിൾ സമ്മർ ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട്. നൊങ്ക് തമിഴ്നാടിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. പക്ഷേ ഈ ഒരു സമ്മർ ടൈമിൽ കേരളത്തിലേക്കും പല ഭാഗങ്ങളിലും നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് ഭയങ്കര കൂളിംഗാണ്, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. സമ്മർ ടൈമിൽ ഹീറ്റിനെയൊക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ പ്രതിരോധിക്കാൻ പറ്റിയ കാര്യമാണ്. വയറിനും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പം നൊങ്ക് വാങ്ങാൻ ശ്രമിക്കുക. നൊങ്ക് ഇങ്ങനെ നൊങ്ക് സർബത്ത് കിട്ടുന്ന കടകളുണ്ട്. അവരോട് ചോദിച്ചാൽ ആ സ്കിന്നൊക്കെ മാറ്റി ആ നൊങ്കിൻ്റെ ആ നടുക്കത്തെ പീസ് മാത്രമായിട്ട് കിട്ടും. എനിക്ക് കേട്ടോ ഇത് നോക്കിയേ, ഇതിങ്ങനെ വാങ്ങിയതാണ്. ഞാനൊരു
നുങ്ക് സർബത്ത് കടയിൽ നിന്നുമാണിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ സ്കിന്നില്ലാണ്ട് തന്നെ കിട്ടി. ഇനി വിത്ത് സ്കിന്ന് വേണമെങ്കിലും കിട്ടും. അതിനൊരു ചെറിയൊരു പാട പോലെ ഒരു ആവരണം ഉണ്ടാകും. അത് നമ്മൾ പതുക്കെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചില സമയം എടുത്ത് അത് ഇളക്കി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊരു 8 എണ്ണം ഉണ്ട്, അതെടുത്ത് വെച്ചിട്ടുണ്ട് ബൗൾ നിറച്ച്. അതുപോലെ കുറച്ച് ഞാൻ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയാൽ ചെറിയ ചെറിയ പീസസ് പോലെ, ഒരുപാട് ചെറുതായിട്ടല്ല, ഇപ്പോൾ കടിക്കാൻ പറ്റുന്ന ബൈറ്റ് പീസസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബൈറ്റ് ടൈപ്പ് ചെറുകൂടെ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റേർഡിൻ്റെ പകുതി. അപ്പോൾ കസ്റ്റേർഡ് ഇസ് റെഡി, തണുത്തിരിക്കുവാണ്. നമ്മുടെ നുങ്ക് അഥവാ ഐസ് ആപ്പിൾ ഫ്രൂട്ട്, അത് അരിഞ്ഞതും ഉണ്ട്, ഇത് അരയ്ക്കാനുള്ളതാണ് ഹോൾ തിങ്. പിന്നെ നമ്മുടെ സബ്ജ സീഡ്സ്, അത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 2 ടേബിൾ സ്പൂൺ കറുത്ത കസ്കസ് 1 കപ്പ് വെള്ളത്തിൽ കുതിർത്തതിൻ്റെ പകുതി ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു ആദ്യത്തെ നമ്മുടെ ഡ്രിങ്കിന്. ഇത് രണ്ടാമത്തെ പകുതിയാണ്. പിന്നെ എന്താ, മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റൻഡ് കണ്ടൻസ് മിൽക്ക്, ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഐസ് ക്യൂബ്സ് ആവശ്യാനുസരണം. ഇനി തുടങ്ങാം. കുറച്ച് പാലും കൂടി വേണം, 1 കപ്പ് പാലും കൂടി വേണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 ലിറ്റർ പാലെടുത്തതിൻ്റെ പകുതി ആദ്യത്തെ ഡ്രിങ്കിനെടുത്ത്, ഇത് ബാക്കി പകുതിയാണ്, അതും തണുത്ത പാലാണ്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് കസ്റ്റേർഡ് തയ്യാറാക്കി വെച്ച്, കസ്റ്റേർഡ് ദിസ് ഇസ് വാനില ഫ്ലേവർ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോബെറി ഫ്ലേവറും ആകാം, അപ്പോൾ പിങ്ക് കളർ കിട്ടും. പിന്നെ ഇതിലേക്ക് ഇത് നോക്കിക്കോളൂ, നുങ്കിൻ്റെ കഷ്ണങ്ങൾ ഇനി ഇച്ചിരി ലാവിഷായിട്ട് ചേർക്കുകയാണ്. അതിനോടൊപ്പം കണ്ടൻസ് മിൽക്ക് അതൊരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുകയാണ്, എന്നിട്ട് കുമിച്ചെടുക്കുക. ആഹാ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പാലും കൂടി ഒഴിക്കാം. കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇടാം. ഓക്കെ, എല്ലാം റെഡി. ഇനി അടുത്ത മിക്സിംഗ് ആണ്. ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളാം. അതായത് ഇത് നമ്മുടെ കറുത്ത കിഷ്കഷ് കുതിർത്തത്, ഇത് ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്, ബാക്കിയുള്ളത് മുഴുവൻ ചേർത്തു. പിന്നെ ഐസ് ആപ്പിൾ പീസസ്, നുങ്കിൻ്റെ ചോപ്പ് ചെയ്ത കഷ്ണങ്ങൾ. ഇനി ഇതിലേക്ക് ഇത് കുറച്ചുകൂടി നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്, കാരണം നമ്മൾ ധാരാളമായിട്ട് ചേർത്തിട്ടുണ്ട്. നുങ്ക് അരയ്ക്കാൻ നേരത്തെ ചേർത്തു, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഇത് മിക്സ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഇതേ ബൗളിലേക്ക് ഒഴിക്കും. കാര്യം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ അതായിരിക്കും എളുപ്പം. ഇനി ധാരാളം ഐസ് വേണമെങ്കിൽ ഇടാം, ഇഷ്ടാനുസരണം ഇടാം. കുറച്ചുകൂടി ലൂസായാലും ഒരു കുഴപ്പമില്ല, നല്ല ക്വാണ്ടിറ്റി കിട്ടും, ഇഷ്ടംപോലെ ക്വാണ്ടിറ്റി ഉണ്ട്. നിറച്ച് നമുക്ക് ചേർത്തിട്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് മാറ്റും. ഇത് ധാരാളം ക്വാണ്ടിറ്റി ഉണ്ട്, ഒരുപാടുണ്ട്. ഞാൻ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുള്ളൂ. നല്ല തിക്കായിട്ടുള്ള ഷേക്കായിട്ട് വന്നു കഴിഞ്ഞു. ഇത് സർബത്താണ്, തിക്ക് സർബത്ത്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക്സ് എല്ലാം റെഡിയായി കഴിഞ്ഞു. നല്ല സ്വാദിഷ്ടമായ ഷമാം ഫാൻറ്റസിയാണിത്, കസ്റ്റേർഡ് ഫാൻറ്റസി. ഇതും ഒരു കസ്റ്റേർഡ് സർബത്തെന്നും പറയാം, മിൽക്ക് ഷേക്ക് എന്നും വേണമെങ്കിൽ പറയാം, കാര്യം അത്രയ്ക്ക് തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നുങ്ക് കസ്റ്റേർഡ് സർബത്ത്. പിന്നെ ഇത് നോക്കി ഇത്രയും ക്വാണ്ടിറ്റി ഇനിയുണ്ട് എൻ്റെ കയ്യിൽ.
ഇതുപോലത്തെ ഒരു 3 ഗ്ലാസ്സിനും കൂടി തികയും. 3 or 4 പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പക്ഷേ കുറച്ച് കൂടുതൽ നുങ്ക് ഉപയോഗിച്ചിരുന്നു. പാല് ജസ്റ്റ് 1 കപ്പ് ഓഫ് പാല്, പിന്നെ നമ്മൾ ഉണ്ടാക്കിയ കസ്റ്റേർഡിൻ്റെ പകുതി, പിന്നെ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്തു. പിന്നെ സബ്ജ സീഡ്സ് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ചോപ്പ് ചെയ്തിട്ടു കുറച്ച് കൂടുതൽ നുങ്ക്. അങ്ങനെ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സർബത്തും റെഡി, അല്ലെങ്കിൽ ഒരു മിൽക്ക് ഷേക്ക് റെഡി എന്ന് പറയും. മിൽക്ക് ഷേക്ക് എന്ന് പറയണ്ട, സർബത്ത് എന്ന് തന്നെ പറയാം. അതിൽ നമ്മൾ സബ്ജ സീഡ്സ് ഒക്കെ ഇടുന്നില്ലേ, ഒരു സർബത്ത് തന്നെ മതി. ഇത് നല്ല തണുപ്പിച്ച് കഴിക്കാം. നിറച്ച് ഐസ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ നല്ല തണുപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പിന്നെയാണ് കഴിക്കുന്നതെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല ചിൽഡാക്കി തന്നെ കഴിക്കുക. ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ മനസ്സിനും കുളിർമയുണ്ടാകും, വയറിന് കുളിർമയുണ്ടാകും, നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ വീട്ടമ്മമാർക്ക് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കി ഇതെല്ലാം കഴിക്കാം. പുറത്ത് പോയി ഇപ്പോൾ എല്ലാ ജ്യൂസ് കടയിലും പലതരം സർബത്ത്, പലതരം ജ്യൂസ്, ഷേക്സ് ഒക്കെ കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ അവർക്കെല്ലാവർക്കും പോയി കഴിക്കാം. വീട്ടമ്മമാർ ഒരു പക്ഷേ പോയി കഴിക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലിരുന്ന് ഉണ്ടാക്കി കഴിക്കാമല്ലോ. ഉണ്ടാക്കി കഴിക്കാം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, കുട്ടികൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.